ധൂപക്കുറ്റി സഭയുടെ പ്രതീകമാണ്. സ്വർഗവും ഭൂമിയും ക്രിസ്തുവിൽ ഒന്നാകുന്നതാണല്ലോ സഭ. ധൂപക്കുറ്റിയുടെ താഴത്തെ തട്ട് ഭൂമിയെയും മുകളിലത്തെ തട്ട് സ്വർഗത്തിന്റെയും പ്രതീകമാണ്. അതിലെ കരിയാവട്ടെ പാപം നിറഞ്ഞ മനുഷ്യവർഗത്തെയും, അഗ്നി പാപികളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും, തീക്കനൽ രൂപാന്തരപ്പെട്ട മനുഷ്യനെയും സൂചിപ്പിക്കുന്നു. അതിന്റെ 4 ചെങ്ങലകൾ ലോകത്തിന്റെ 4 ദിക്കുകളെ, അതായത് സൃഷ്ടിയുടെ എല്ലാ ഭാഗത്തെയും കുറിക്കുന്നു. ഒന്നാമത്തെ ചെങ്ങല പിതാവിനെയും, രണ്ടാമത്തെ ചെങ്ങല പുത്രനെയും, മൂന്നാമത്തെ ചെങ്ങല പരിശുദ്ധാത്മാവിനെയും, നാലാമത്തെ ചെങ്ങല ത്രിത്വൈക ദൈവത്തെയും സൂചിപ്പിക്കുന്നു. ചെങ്ങലകളെ കൂട്ടിയോജിപ്പിക്കുന്ന മുകളിലത്തെ വളയം പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏകത്വത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ ചെങ്ങലയിലും 3 മണികൾ വെച്ച് നമുക്ക് കാണാം. മൊത്തം 12 മണികൾ. ഈ 12 മണികൾ 12 അപ്പസ്തോലന്മാരുടെ സാന്നിധ്യത്തിന്റെയും മണികളുടെ ശബ്ദം അവരുടെ സുവിശേഷ പ്രഘോഷണ പ്രഖ്യാപന ശബ്ദത്തിന്റെയും പ്രതീകമാണ്. അഗ്നി കരിക്കട്ടയെ എരിയിച്ച് കുന്തിരിക്കം അഗ്നിയിലുരുകി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സൗരഭ്യ ധൂപം മനുഷ്യരുടെ സൽപ്രവൃത്തികളെയും ആരാധനയെയും പ്രാർത്ഥനയെയും ദൈവസന്നിധിയിലേക്ക് എത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റി ദൈവമാതാവിന്റെയും പ്രതീകമാണ്. അഗ്നി പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ വസിച്ച ദൈവത്തെയും സൂചിപ്പിക്കുന്നു. ഓരോ കൂദാശകളിലും ധൂപം ഉപയോഗിക്കുമ്പോൾ ഉയരുന്ന പുകയും മുഴങ്ങുന്ന മണികളുടെ ശബ്ദവും നമ്മളോട് പറയുകയാണ്, അടുത്ത നിമിഷത്തിലെ പ്രാർത്ഥനകൾ ഏറ്റവും ഭക്തിയോടെയും ശ്രദ്ധയോടെയും നാം പങ്കുചേരേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് എന്നത്.